എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ തന്നെയാണ് സത്യം, അതായത് അള്ളാഹു തന്നെയാണ് സത്യം. ഈസ ഇബ്നു മറിയം നീതിമാനായ ഭരണാധികാരിയായി വന്നിറങ്ങുവാൻ സമയമെടുത്തിരിക്കുന്നു. ഈ നീതിമാനായ ഭരണാധികാരിയെ കൊണ്ട് പിന്നെ ഈ ജീസസ് ക്രൈസ്റ്റ് ലോകം ഭരിക്കും. അദ്ദേഹം കുരിശ് ഉടക്കും, അതുപോലെ തന്നെ പന്നിയെ കൊല്ലും, ജിസിയെ നിർത്തലാക്കും. ഈ 3 കാര്യങ്ങളാണ് ജീസസ് ക്രൈസ്റ്റ് തിരിച്ചു വന്നതിന് ശേഷം ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ കുരിശു ഉടക്കൽ? കാരണം നമുക്ക് ഖുർആനിലടക്കം കാണാൻ സാധിക്കും, ജീസസിന്റെ തിരിച്ചു വരവിന് ശേഷം വേദക്കാരായ ആളുകൾ, ആ ജീസസിന്റെ മരണത്തിന് മുമ്പ് വേദക്കാരായ ആളുകൾ ഈ ജീസസിൽ വിശ്വസിക്കുന്നതാണ്. കാരണം എന്താ? വേദക്കാരായ ആളുകൾ അവരിപ്പോൾ വിശ്വസിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. ജീസസിന്റെ തിരിച്ചുവരവോടുകൂടി അവർക്ക് മനസ്സിലാകും അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. ആ ജീസസ് ദൈവത്തിന്റെ പ്രവാചകനാണ്, ഇതാ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് വേദക്കാരടക്കം ഈ ജീസസിൽ വിശ്വസിക്കും. അപ്പോൾ പിന്നെ ഈ കുരിശ് പിന്നെ എന്ന് പറയുന്നത് ഇപ്പൊ ജീസസിന്റെ ക്രൂശീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അതിനെ ഉടക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ജീസസ് ചെയ്യും. അതുപോലെ തന്നെ പന്നിയെ കൊല്ലുകയും ജിസി